കല്യാണത്തിന് വന്നവരൊക്കെ എന്നോട് ചോദിക്കായിരുന്നു, നിന്റെ ആങ്ങളക്ക് ഇതിനല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേടിന്ന്. എന്തു പറയാൻ, അവന് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. എത്ര എത്ര നല്ല ആലോചന, നല്ല സുന്ദരി പെൺപിള്ളേരുടെ വന്നാണ്. അപ്പോഴൊന്നും അവന് വേണ്ട വേണ്ടാന്നും പറഞ്ഞ്, ഇതിനെ കണ്ടപ്പോൾ അത് മതിയെന്നും പറഞ്ഞു. ആ ലതികയുടെ മരുമോളൊന്ന് കാണണം. ഇത് ഇത്രയും മുടിയുണ്ട്, നല്ല വെളുത്ത് ചോര കട്ട പോലെ ഇരിക്കണത്. ഇതാണെങ്കിലാ കരിക്കട്ടെ. ചേട്ടൻ എന്ത് കണ്ടിട്ടാണ് ഇതിനെ തന്നെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്. സൗന്ദര്യവും ഇല്ല, സ്വത്തും ഇല്ല. ആകെ പറയാനുള്ളത് ഒരു ജോലി ഉണ്ട്, അത് തന്നെ. അതും പ്രൈവറ്റ് കോളേജിലല്ലേ, അതാർക്കും കിട്ടും. എന്നിട്ട് ഈ പറഞ്ഞ നിനക്ക് കിട്ടിയില്ലോടി? അത് പിന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സമയത്തല്ലേ അച്ഛൻ മരിച്ചത്. അപ്പം അതിൻ്റെ വിഷമത്തിൽ എഴുതാൻ പറ്റിയില്ല. അതാണ് ഒരു പ്രാവശ്യം തോറ്റ് പിന്നെ എഴുതി. അത് കഴിഞ്ഞ് +2 പരീക്ഷയ്ക്ക് മുന്നായിരുന്നു മാമൻ മരിച്ചത്. അതിൻ്റെ വിഷമത്തിൽ +2 ഒരു പ്രാവശ്യം തോറ്റ് പിന്നെ എഴുതി. പിന്നെ ഡിഗ്രിയും പഠിച്ച് അവസാനം എങ്ങനെയൊക്കെയോ വരണ്ട് ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴായിരുന്നു കല്യാണം. പിന്നെ കല്യാണം കഴിഞ്ഞ് ആര് പഠിക്കാൻ പോകാനാണ്? അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണ്ടാണ്. ഇപ്പൊ ഇവളുടെ ജോലിക്കാരും ഇല്ലല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്തോണ്ടിരുന്നത്, അതിലോട്ട് വാ. അത് ഞാൻ കേട്ട്. ആ കൊച്ചിത്തിരി കറുത്തതാണെങ്കി ഇപ്പൊ എന്താ, കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. അമ്മനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കണ്ണടയുടെ പവർ കുറയുമ്പോ തന്നെ പറയണോന്ന്. ഐശ്വര്യേ എവിടെയാണ് ഐശ്വര്യം? ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ഐശ്വര്യം. അല്ല, ഈ പറയണ നീയും നിന്റെ മോളൊക്കെ വെളുത്ത സുന്ദരികളാണോ? അല്ലല്ലോ. ഒന്നില്ലെങ്കിലേ അവളേക്കാൾ നല്ലതാണ് എന്റെ മോള്. മോന്തയില് കുറച്ച് വെളുപ്പുണ്ടായിട്ട് കാര്യമില്ല, മുഖഭംഗി അതുണ്ടോടി നിന്റെ മോക്ക്? പക്ഷെ അവക്കതുണ്ട്. അയ്യോ, വല്ലാത്ത മുഖഭംഗിയായി പോയി. നിനക്കൊരു വിചാരമുണ്ട് നീ ഭൂലോക സുന്ദരിയാണെന്ന്. ഒന്നുമില്ല, 26 വയസ്സല്ലേ ഉള്ളൂക്ക്. കണ്ട ഒരു 40 വയസ്സെങ്കിലും തോന്നുന്നു. പിന്നെ മുടി എന്ന് പറഞ്ഞാൽ ഈ വാല് പോലെ തൂങ്ങിക്കിടക്കണ സാധനമല്ലേ ഉള്ളൂ. പിന്നെ ഇത്തിരി തൊലി വെളുപ്പുണ്ടായാൽ മാത്രം സൗന്ദര്യം ഉണ്ടാവൂല. അമ്മേ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ മോക്കെ ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ട്, അത് മതി. എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യാനൊരു തള്ള ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. അമ്മമ്മേ ഇന്ന മരുന്ന്. ഞാനിന്ന് രാവിലത്തെ ഗുളിക കഴിച്ചാണല്ലോ മോളെ. ഇത് ഇന്നലെ രാവിലെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ തന്നതാ. 11 മണിക്ക് കഴിക്കാനുള്ള മരുന്നാ. എന്നാ മോളെ. അർച്ചനെ, എന്താണ് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തായാലും മോള് വന്നേക്കല്ലേ, 2-3 കറികളും കൂടി അങ്ങോട്ട് അധികം ഉണ്ടാക്കിക്കോ. എനിക്ക് ചിക്കൻ കറി വേണം കേട്ടോ. അവിടെ ചിക്കൻ കറി ഒന്നും വെക്കാറില്ലേടി? അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അവൾ ഇവിടെ വരുമ്പോഴാണ് മനസമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണത്. അത് കൊച്ചിന് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും വെച്ച് വേവിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല. അത് തന്നെ. അല്ല, അർച്ചന മോള് വന്നേന് മുന്നായിട്ട് ഇവിടെ ഒരു കറി വെച്ചാ വെച്ച് അങ്ങനെയല്ലായിരുന്ന? അപ്പൊ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ ഒരാളെ കിട്ടിയപ്പോ ദിവസവും 3-4 കറിയാ വെപ്പിക്കണത്. അമ്മ എന്ത് വർത്താനോണീ പറയണത്? അമ്മടെ ഓർമ്മശക്തിക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നണ്. പണ്ടൊക്കെ നമ്മൾ എത്ര കറി വെക്കുമായിരുന്നു? 6-7 കറിയും കണ്ടും വെക്കുമായിരുന്നു ഞാനൊക്കെ. വാഴക്കയാണ്. പണ്ടെല്ലാവർക്കും കഞ്ഞി വിളമ്പി വെക്കും. കഞ്ഞി കുടിക്കാൻ എല്ലാവരും വന്നിരിക്കുമ്പോൾ ഒരു കൊണ്ടാട്ടം മുളക് ഇത് എല്ലാവരുടെ കയ്യിലും തരും. അങ്ങനെ കഴിഞ്ഞിരുന്നവരാ 6-7 കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴല്ലെങ്കിൽ അതെ, പണ്ടേ മുഖത്ത് നോക്കി കള്ളം പറയാൻ മിടുക്കിയാണ്. ഒരു ഭാവ വ്യത്യാസം ഉണ്ടാവൂല. ഈ അമ്മ വായ തുറന്നാ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ, ഇങ്ങനെ ദുഷിപ്പ് വർത്താനങ്ങൾ പറയുള്ളൂ. 3-4 കറിയൊക്കെ കല്യാണത്തിനൊക്കെ തൊട്ട് മുന്നേ ദിവസം വരെയൊക്കെ 3-4 കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു മോളെ. വെറുതെ പറയണതാണ് ഇതൊക്കെ. ഇപ്പൊ 3-4 കറിയായ 6-7 തന്നെ പറ, അതാണ് കേക്കാൻ രസം. അർച്ചന മോളെ, എങ്ങനെയുണ്ട് അച്ഛന്? ഇപ്പൊ കുഴപ്പമില്ല അമ്മമ്മേ, വീട്ടിലോട്ട് പോന്നു.
അതായിരിക്കും ഇന്നലെ അവനെ ദുബായിലോട്ട് വീഡിയോ കോൾ ചെയ്തെന്ന് അവൻ പറഞ്ഞത്. പൈസക്ക് വേണ്ടിയായിരിക്കും അല്ലേ? ഇതുപോലൊരു നാണം കെട്ട കൂട്ടരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മേ, ഞാൻ എന്ത് സഹിക്കും, പക്ഷെ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, മരുമോൾ എന്നെ പേടിപ്പിക്കാൻ നോക്കിയാണോ? നിന്റെ അച്ഛൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കാശിന് വേണ്ടി തന്നെയെന്ന് എനിക്കറിയാം. ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞവൻ എന്നോട്. എൻ്റെ അച്ഛനെ പൈസക്ക് വേണ്ടി ചേട്ടനെ വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛന് നല്ല ജോലി ഉണ്ടായിരുന്നല്ലോ, റിട്ടയർഡായ പൈസയുണ്ട്, പെൻഷൻ കാശ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ അച്ഛൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും 1 രൂപ കൊടുക്കാതെ തിരിച്ചു പോരാൻ പറ്റും. 1 രൂപ പോലും കൊടുക്കാതെ പോരാൻ പറ്റുമോ? ആ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞാൽ ചേട്ടത്തി. ഇപ്പം മാസം 400-500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അത്ര ഉള്ള? എന്നാ പിന്നെ അത് എവിടെ നിന്ന് എടുക്കാം? ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ നോക്കി നമുക്ക് പറ്റാവുന്ന ഒരു പോളിസി എടുത്തു വെക്കാം. ഇപ്പോൾ ഒക്കെ എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ആഹാ, കൊള്ളാമല്ല. അപ്പം നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാം അല്ലേ? അമ്മ പ്രായമായി വരെയല്ലേ, അമ്മ ഒരെണ്ണം എടുത്തു വെച്ചോട്ടാ. അത് ശരിയാ, അമ്മക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതല്ലേ. ഡയബറ്റിക്സ്, തൈറോയിഡ് ഇഷ്യൂസ്, BP, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് 1-ാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ക്ലെയിം സപ്പോർട്ടൊക്കെ 30 മിനിറ്റിനുള്ളിൽ കിട്ടും. അപ്പോൾ ഇത് ഗൾഫിലുള്ളവർക്ക് എടുക്കാൻ പറ്റുമോ ചേച്ചി? പ്രവാസികൾക്കൊക്കെ പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ ചിലവ് കുറവിൽ ഇവിടെ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ആഹാ, എന്നാൽ പിന്നെ എന്തായാലും ഒരെണ്ണം എടുത്ത് വെക്കണം. ചേട്ടനോട് പറയാം. കണ്ടില്ലേ, ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം. എന്തൊക്കെ കാര്യങ്ങളാണ് ആ കൊച്ചിനെ അറിയാവുന്നത്. ഇവക്ക് വല്ലതും അറിയോ? അല്ലെങ്കിലേ അവൻ ആ പെണ്ണെ കെട്ടി വന്നതിന് ശേഷം എപ്പോഴും ആ പെണ്ണെ പുകഴ്ത്താനേ അമ്മക്ക് നേരമുള്ളൂ. സ്വന്തം മോളായ എന്നെ പുകഴ്ത്തണം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും താത്തി കെട്ടി എന്നെ ആരോട് സംസാരിക്കുള്ളൂ എന്നെ പറ്റി. സ്വന്തം മോളായാലേ എന്തെങ്കിലുമൊക്കെ പൊക്കി പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. നീ അതിന് എന്തുന്നാടി ചെയ്യാറ്? അല്ലെങ്കിലും അതെ, അമ്മക്ക് എന്നെ പണ്ടേ കണ്ടുകൂടാ, ചേട്ടനായിരുന്നു ഇഷ്ടം. എന്നിട്ട് ചേട്ടൻ കൊണ്ടുപോയാ തറവാട്ടിലോട്ട്? ഇല്ലല്ല. അത് പിന്നെ അവൻ തറവാട്ടിൽ ഇപ്പം ഇല്ലല്ല, അതുകൊണ്ടല്ല അവൻ അങ്ങോട്ട് കൊണ്ടുപോവാത്തത് തന്നെ. അയ്യോ, കാനഡക്ക് നാത്തൂൻ്റെ അമ്മനെ കൊണ്ടുപോയല്ല, അതമ്മ അറിഞ്ഞില്ലപ്പാ? അറിഞ്ഞ് ഞാൻ. അവളുടെ തള്ളക്കേ പ്രായം കുറവാണ്. എനിക്ക് അടുത്ത കുംഭത്തിൽ 82 ആകും. എന്നെ കൊണ്ടുപോയ അവനും അവക്കൊക്കെ പണിയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുമല്ലോ അത്. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അല്ലാതെ ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല അവൻ കൊണ്ടുപോവാത്തത്. ഈ വായിൽനാക്കി നാത്തൂനെ അറിയാൻ പറ്റും, അതുകൊണ്ടാണ് നാത്തൂന് കൊണ്ടുപോവാഞ്ഞത്. ശരിയല്ലേ, പിന്നെ അങ്ങനെ കൊണ്ടുവരുത്തണം. എന്തൊക്കെ പറഞ്ഞാലേ എൻ്റെ മരുമോള് നിന്നേക്കാൾ നല്ലതാണ്. സ്നേഹവും ഉണ്ട്. ഞാൻ പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്നോളാന്ന്, അല്ലാണ്ട് കൊണ്ടുപോകണ്ടല്ല. പിന്നെ അവളാണെങ്കിൽ ഒറ്റ മോളല്ലേ, അപ്പം അവളല്ലേ അവളുടെ അമ്മനെ അച്ഛനെ നോക്കേണ്ടത്. എനിക്ക് 3 എണ്ണം ഉണ്ടല്ലോ, അപ്പം അതുങ്ങൾ നോക്കട്ടെ. അല്ല, ഞാനിവിടെ നിന്നിട്ടേ നിനക്ക് നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമല്ലേ ഉള്ളൂ. പെൻഷൻ കാശ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മരുന്നിനുള്ള പൈസ എടുത്തിട്ട് ബാക്കി നിനക്ക് അങ്ങോട്ട് ഞാൻ തരാറില്ലേ? ഒന്ന് പതുക്കെ പറമ്മേ. അച്ഛൻ ഇതെങ്ങാനും കേട്ടാൽ അവള് അങ്ങോട്ട് വിളിച്ചു പറയും. പിന്നെ അവൻ മാസം അയക്കണ പൈസ അതോടുകൂടി നിർത്തും. ഞാനെന്തിന് പതുക്കണം? ഉള്ള കാര്യമല്ലേ പറയണത്. പിന്നെ അവനാണെങ്കിൽ എല്ലാ മാസവും 5000 രൂപ വെച്ച് നിനക്ക് അക്കൗണ്ടിലോട്ട് ഇടുന്നില്ലേ എന്നെ നോക്കണോണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ നിനക്ക് ലാഭമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നീ എന്നെ പണ്ടേ ഇവിടെ നിന്ന് ചവിട്ടി ഓടിച്ചേനെ. അമ്മേ, ഇതൊക്കെ പതുക്കെ പറ. ഞാനിതൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കിട്ടുന്ന പൈസയും കൊണ്ടൊക്കെ നീ എന്തുന്നാടി ചെയ്യണത്? അത് ഞാൻ ഇവക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ ഇടക്ക് കൊടുക്കും. ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് അതിൽ നിന്ന് 5-6 കൊല്ലം ലീവ് എടുപ്പിച്ച് ദുബായിലോട്ട് വിട്ടേക്കാണ് പൈസ ഉണ്ടാക്കാൻ. അവക്ക് നീ പൈസ കൊടുക്കണോ?
അയ്യോ, എപ്പോഴും അമ്മമ്മ പറയണേക്കാല ഗവൺമെന്റ് ജോലിക്കാരെന്ന്. ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വലിയ പൈസ ഒന്നും കിട്ടുമൊന്നുമില്ല. അതല്ലേ ഞാൻ ചേട്ടനോട് ഞാൻ 5 കൊല്ലം ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ദുബായിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിനക്ക് നിന്റെ തള്ളക്കേ പൈസ കേട്ടാ അവിടെ മലന്നടിച്ച് വീഴും. ഒരാർത്തിയാണ്. നീ നിന്റെ തള്ളയുടെ തനി പകർപ്പാണെന്ന് എനിക്കറിയാം. അമ്മ ഒന്നകത്തോട്ട് കയറി പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങ്. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോണേണ്. എനിക്ക് ഈ മാതിരി കൂട്ടങ്ങളോടൊന്നും സംസാരിക്കണേ എനിക്കിഷ്ടമല്ല. അമ്മമ്മക്ക് കുറച്ച് വേഷം കെട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഒരു പണി കൊടുക്കണം. ഈ തള്ളക്ക് ശരിക്കും എന്നെ അറിഞ്ഞൂടാ. ഓ, അമ്മക്കേ ഈ കറുത്ത കൂട്ടങ്ങളോട് സംസാരിച്ചാലേ പിടിക്കൂ. ഓ എടി, നീ കളിയാക്കി പറയുന്ന അവളില്ലേ, അവള് മാത്രമേ നിന്റെ കൂടെ അവസാന കാലത്ത് ഉണ്ടാവുള്ളൂ. ഈ കൂടിയിരുന്ന് സംസാരിക്കുന്ന നിന്റെ മോള് പോലും നിന്റെ കൂടെ നിൽക്കൂല. അത് നീ നോക്കിക്കോ. അയ്യോ, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം. അമ്മേ, ഈ അമ്മമ്മ ചേട്ടത്തി കുറെ അങ്ങോട്ട് താങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അവളെ തള്ളനെ കയ്യിലെടുത്തേക്കാണ്. ഇടക്കിടക്ക് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കലും, മരുന്നെടുത്ത് കൊടുക്കലും, കുളിപ്പിക്കാൻ ചൂടുവെള്ളം ആക്കലും. അയ്യോ, എല്ലാം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോണത്. ഓ എടി മോളെ, നീ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയ മാല തിരിച്ചു തന്നില്ലല്ലോ. അമ്മേ, അതമ്മ എപ്പോഴും ഇടണ മാല ഒന്നല്ലല്ലോ. ആ വീട്ടിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും അത് അവൻ കല്യാണമായിട്ട് മേടിച്ചു തന്നല്ലേ. എങ്ങാനും ചോദിച്ചാൽ എന്ത് ചെയ്യൂടി? ഓ, ചേട്ടന് അത്രയും ബുദ്ധിയും ബോധമൊന്നുമില്ല. പിന്നെ ചോദിക്കൊന്നുമില്ല, അത് മേടിക്കണ്ട. പിന്നെ എങ്ങാനും ചോദിച്ചാൽ അമ്മ ഒരു കള്ളക്കരച്ചിൽ അങ്ങോട്ട് കരഞ്ഞാൽ മതി. ആ കള്ളക്കരച്ചിൽ ചേട്ടൻ വീഴും. നിൻ്റെ ആങ്ങളനെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നീ ഇവിടെ നിന്ന് പോയപ്പോൾ അവളുടെ ഒരു മോതിരം അടിച്ചു വെറ്റിക്കൊണ്ട് പോയില്ലേ. അതവൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അതവളാ പറഞ്ഞത്. ചെറിയൊരു മോതിരല്ലേ, അത് അനിയത്തിക്കുട്ടി എടുത്തോട്ടെ എന്ന്. ഓ, ചേട്ടത്തി അങ്ങനെ പറഞ്ഞാ? അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അവൾ ഈ കാര്യത്തിലൊക്കെ എനിക്കിഷ്ടമാണ്. പോകുന്നതിൻ്റെ തലേ ദിവസം ATM പോയിട്ട് വന്നപ്പോൾ അവൻ്റെ പോക്കറ്റിൽ 300-500 നോട്ട്. ഞാൻ അതിൽ നിന്ന് 1000 രൂപ എടുത്ത്. കുറച്ചു നേരം കഴിഞ്ഞ് അവനിത് അറിഞ്ഞില്ലേ, തുള്ളി ഇങ്ങോട്ട് വന്ന് ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് കിടന്ന് കാലി തുള്ളി. ഞാനാണെങ്കിൽ കുടുംബശ്രീയിലെ പൈസ അടക്കാത്തതുകൊണ്ട് അത് എടുത്ത് കൊടുത്ത്. രാധ പോയപ്പോൾ രാധയുടെ കയ്യിലും കൊടുത്തു വിട്ട്. ഈ പനിവിടെ കിടന്ന് ഞാൻ പോവാൻ നേരത്തും എടുത്തു വെച്ചാൽ അതും അടിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞു. അവസാനം അവളാണ് അത് സോൾവ് ആക്കിയത്. പോട്ടെ അമ്മയല്ലേ, 1000 രൂപയല്ലേ, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പുതുമോടിക്ക് മരുമക്കള് അമ്മായിമ്മനെ കയ്യിലെടുക്കാൻ വേണ്ടി പറയണ കാര്യങ്ങളല്ലേ. ഞാനൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞേക്കണ്. എന്തൊക്കെ പറഞ്ഞാലേ എനിക്ക് ഇടയ്ക്കൊരു സങ്കടം വരും. എൻ്റെ മോൻ എന്തൊരു വെളുത്ത സുന്ദരനാടി, അവൻ്റെ അച്ഛനെ പോലെയാണ്. എന്നിട്ട് കിട്ടിയത് ഈ കറുമ്പിന. അല്ലേ ദിഗയുടെ മരുമോളില്ലേ, രാവിലെ ഈ വഴി പോണു, സെറ്റ് മുണ്ട കൊടുത്ത് വലിയ കൊടങ്കം മലക്കെട്ടിട്ട് പോണു. എന്ത് സുന്ദരിയാണ് ആ പെൺകൊച്ച്. കണ്ടാരും നോക്കിയെന്ന് പോവും. എനിക്ക് അതുപോലത്തെ ഒരു കൊച്ചിനെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കണം എന്നായിരുന്നു ആഗ്രഹം. നീ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെപ്പോലെ അല്ലേ അമ്മേ? അതെ അതെ അമ്മേ. അത്യാവശ്യമായിട്ട് എനിക്കൊരു 25,000 രൂപ വേണം. എൻ്റെ മോളെ, അത്രയും പൈസയൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? അമ്മേ, എൻ്റെ പൊന്നമ്മേ, എന്തെങ്കിലും കാണിച്ച് എനിക്കൊന്ന് 25,000 രൂപ ആക്കിത്താ. മോളെ, ഇങ്ങനെ നീ പറയല്ലേ. എൻ്റെ കയ്യിലാണെങ്കിൽ നുള്ളി പറക്കിയ ഒരു 500, 1000, 1050 ഉണ്ടാവും. ഓ, അതുകൊണ്ടൊന്നും ആവൂലമ്മേ. എന്നാ പിന്നെ ഒരു പണി, നീ നിന്ന് നാത്തൂനോടേ എന്തെങ്കിലും പണയം വെക്കാൻ ചോദിച്ചു നോക്ക്. അവളായതുകൊണ്ട് തരും. അയ്യോ, അത് വേണ്ട. പണയം വെച്ചാൽ പിന്നെ അത് എടുത്തു കൊടുക്കാൻ നിൽക്കണം. ഇനി എങ്ങനെ എടുത്തു കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. ഈ പണയം വെച്ചാലേ എടുത്ത് കൊടുക്കണ്ടാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ താമേ. ഈ എടുത്ത് കൊടുക്കണ്ടാത്ത സാധനം എന്ന് പറഞ്ഞാൽ എന്ത് സാധനം പണയം വെച്ചാലും അത് തിരിച്ചെടുത്ത് കൊടുക്കണ്ടേ മോളെ? അതെ, അമ്മമ്മയുടെ കഴുത്തിൽ കിടക്കണം മാല, അതെടുത്ത് പണയം വെച്ചാൽ ആരോടും ചോദിക്കണ്ടല്ല, പറയുകയും വേണ്ട. അതെങ്ങനെയുണ്ട്? അതാ തള്ള തന്ന തന്നെ. പ്രത്യേകിച്ച് നീ ചോദിച്ചാ, നിന്നാൽ ഇഷ്ടമാണല്ല, തരും.
അതിനാര് ചോദിച്ചു മേടിക്കാൻ പോണ്? ഇപ്പൊ അമ്മാമ്മയുടെ കഴുത്തിൽ അത് കാണാതായാലും അമ്മാമ്മ എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് മറന്നുപോയാന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാന്ന് വിചാരിച്ചോളൂ. അയ്യോ, അതൊക്കെ വേണോടി മോളെ. എങ്ങാനും നിന്റെ ചേട്ടന് ഇത് അറിഞ്ഞാലുണ്ടല്ല, പിന്നെ നിനക്ക് ഈ പടി കിടന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റൂലേട്ടാ. അറിയാല, അവൻ എന്നേക്കാൾ ഇഷ്ടം അമ്മാമ്മനെയാണ്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അമ്മാമ്മ ഇപ്പൊ ഉറങ്ങാൻ പോയതല്ലേ, നല്ലോണം ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ പതുക്കെ ദൂരി എടുത്തോളാം. പിന്നെ ആരും അറിയൂല അത്. അത് വേണോ മോളെ? വേണം. ഏയ് പൊന്നുമോക്ക് വേണ്ടി അതെങ്കിലും ചെയ്തതോ അമ്മേ? അമ്മമ്മയുടെ മാലൂരി പണയം വെക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ പണയം വെച്ചേക്കണ മാല എടുത്തു തരാം. അപ്പം അമ്മക്കും ലാഭം എനിക്കും ലാഭം. എന്തായാലും അതൊരു 1.5 പവനൊക്കെ ഉണ്ടാവും. ഇപ്പം സ്വർണ്ണ വിലക്കനുസരിച്ച് നല്ല പൈസയും കിട്ടും. അപ്പം പിന്നെ നമ്മുടെ രണ്ടുപേരുടെ കാര്യങ്ങൾ നടക്കും. സഹായിക്കമ്മ ഒന്ന്. ആ, പിന്നെ ഈ വയസ്സാം കാലത്ത് അമ്മാമ്മക്ക് എന്തിനാണ് മാല? അതും ശരിയാണ്. അല്ല, ഉറപ്പായിട്ട് നീ എൻ്റെ മാല എടുത്ത് തരുമല്ലോ അല്ലേ? തരും, ഉറപ്പായിട്ടും തരും. എന്നാ വാ, അമ്മ ഇപ്പം നല്ല ഉറക്കമായിട്ടുണ്ടാവും. വാ. നല്ല ഉറക്കായി തോന്നണം. ഊർക്കം വലിക്കണ ഒച്ചേക്കണ്ടല്ല. എടി മോളെ, എത്ര ഉറക്കത്തിലാണെങ്കിലും നേരത്തെ തൊട്ടാ അമ്മ അറിയും. അമ്മമ്മേ അറിയാത്ത രീതിയിൽ അതെടുക്കാൻ എനിക്കറിയാമേ, പേടിക്കണ്ട. എന്നാ ചെന്നെടുക്ക്, ഞാൻ അവള് വന്നിണ്ടാന്ന് നോക്കാം. ഇതെന്താണ് കൊളത്തളത്താൻ പറ്റാത്തത്? എടി മോളെ, വേഗം നോക്ക്, അവള് പാലക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ആരാടി എന്റെ മാല ഊരിയെടുക്കാൻ നോക്കണത്? അയ്യോ, എന്താണ്? എന്തൊരു ഒച്ചയായിട്ടില്ല, എന്തോ വീണത് പോലെ. വീണതേ എന്റെ കൈയാണ്, ഇവളുടെ മോന്തക്ക്. എടി, നീ ഇങ്ങോട്ട് വന്നാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എനിക്കറിയാം. ഈ പ്രാവശ്യം ചിലപ്പോൾ എൻ്റെ മാലയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സത്യമായി. ഉറങ്ങിക്കിടന്നപ്പോൾ വന്ന് ഊരിയെടുത്തുകൊണ്ട് പോകാൻ നോക്കണം അവള്. നീയേ, നിന്റെ സ്വഭാവം എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ നിന്റെ ചേട്ടത്തിയുടെ മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് പോയോളല്ലേടി നീ. അന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു, അമ്മാമ്മേ ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അമ്മാമ്മയുടെ മാല അവൾ ഊരിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന്. വള ഊരാൻ പറ്റൂല, കൈമ കയറി പിടിക്കുമല്ല. മാല അറിഞ്ഞുവിടാണ്ട് ഊരിക്കൊണ്ടു പോകാൻ പറ്റുമല്ല. ഞാനതുകൊണ്ട് ശ്രദ്ധിച്ച് ഉറങ്ങിയിരുന്നു. അമ്മേ, അവളങ്ങനെ ചെയ്യോ? പോവാൻ നേരത്തെ അമ്മാമ്മനോടൊന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്നും പറഞ്ഞോണ്ട് കേറിയതാണ്. അതെ അതെ. ആണാ? എന്നിട്ടാണ് ആ കഴുത്തിലെ മാല പതുക്കെ പതുക്കെ പിടിച്ചിങ്ങനെ തിരുമ്മി തിരുമ്മി എടുത്തത്. യോ, നമുക്ക് അറിഞ്ഞും വിടാ കള്ളത്തരം. എടി, നീ നിന്റെ മോളെ എന്തോരം ന്യായീകരിക്കാൻ നോക്കിയാലേ എനിക്കറിയാം. ഇവിടെ പണ്ട് എൻ്റെ കെട്ടിയോൻ ചാവാൻ കിടന്നപ്പോൾ വെള്ളം കൊടുക്കാൻ ഞാൻ പോയപ്പോഴേക്ക് ഇവളോ ഇത്തിരി എഴുത്തി. ഇവള് അതിയാൻ്റെ കൈ കിടന്നിരുന്ന മോതിരം വലിച്ചൂരി കൈയൊക്കെ ചോര പോലെ ആക്കിയിട്ട് പോയവളാണ് ഇവള്. എന്നിട്ട് ആ പാവത്തിൻ്റെ അടക്ക് കഴിഞ്ഞ് വന്നപ്പോൾ അതെ ഈ അലമാരിലിരുന്ന 8,000 രൂപയും കാണാണ്ടായി. അത് ഇവള് തന്നെ എനിക്ക് കൊടുത്തത്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? എൻ്റെ ഉള്ളത് ഞാൻ തന്നേനല്ല. മോളൊരു പാവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണത്.
ഇപ്പൊക്ക് പണ്ടേ സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും സാധനം കണ്ടാലേ അത് ആരോടും ചോദിക്കാണ്ട് എടുക്കണം. അതാണ് ഇവൾക്ക് ഇഷ്ടം. പണ്ടേ അങ്ങനെ തന്നെയാണ് കട്ടെടുക്കല്. മോളെ, നമ്മൾ അന്യരുടെ സാധനങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല മോളെ. നമുക്ക് എന്താണോ ദൈവം തന്നേക്കണത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. ചേച്ചി, ഇത് ചേട്ടനോടൊന്നും പറയല്ലേ കേട്ടാ. ഇല്ല മോളെ, പേടിക്കണ്ട. ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചേട്ടനോട് വിളിച്ച് പറയാറില്ല. പറഞ്ഞാൽ ഇതായിരിക്കില്ല ഇവിടുത്തെ സ്ഥിതി. എടി, ഇനിയെങ്കിലും നന്നാവാ നോക്ക്. ആ കൊച്ചു പറഞ്ഞു കേട്ടില്ലേ, ആരെങ്കിലും ഈ കാലത്ത് ഇങ്ങനെയൊക്കെ പറയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ കൊച്ചിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാവശ്യം വരുമ്പോൾ അവളേ ഉണ്ടാവുള്ളൂ, അതോർത്തോ. പിന്നെ നിന്നോടായിട്ടൊരു കാര്യം, നീ എപ്പോഴും ഈ കൊച്ചിനെ കറമ്പി കറമ്പി എന്ന് വിളിക്കാറുണ്ടല്ല. ആ, കറുപ്പിലും വെളുപ്പിലും ഒന്നുമല്ല കാര്യം, നല്ല മനസ്സില. അതിവക്കുണ്ട്. ഹലോ, വീഡിയോയുടെ തുടക്കത്തിലായിരുന്നു ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തുക ഹോസ്പിറ്റലിലോട്ട് ചെലവഴിക്കാൻ വേണ്ടി അധികം നേരമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെയൊക്കെ കമ്പയർ ചെയ്തിട്ട് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. ഇല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.